ADGP MR അജിത് കുമാറിനുമെതിരെ പതിയെ തിരികൊളുത്തി തുടങ്ങിയ PV അൻവർ ആ തീ ആളിക്കത്തിച്ച ദിവസമാണിത്. പി ശശിയെ കാട്ടുകളനെന്നും ADGP MR അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നും വിശേഷിപ്പിച്ച അൻവർ സ്വർണ്ണക്കടത്തിൽ പോലീസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു. അൻവറിന്റെ ആക്ഷേപത്തിനൊപ്പം പോലീസിനെതിരെ ആരോപണ പെരുമഴയാണ്. ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന പോലീസിനെ കുറിച്ചും തൃശൂരിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച SIയെ കുറിച്ചും പറയാനുണ്ട്. കാക്കിയിട്ടവരുടെ കയ്യിൽ കറ പുരളാൻ കാരണം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി 3 ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. സിദ്ദിഖ് എവിടെയെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കാത്തിരിക്കുന്ന അന്വേഷണ സംഘം. സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ പിടികൊടുക്കേണ്ട എന്നാണ് അഭിഭാഷകർ സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ താരസംഘടനയായ അമ്മയുടെയും WCCയുടെയും തർക്കത്തിന്റെ ഇരയാണ് താനെന്ന വാദവുമായി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചു. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ പോലീസിന്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ട നടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഫോൺ ഒരു തവണ സ്വിച്ച് ഓൺ ആയിട്ടും ഇതെവിടെയെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. 5 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണമെന്നാണ് പോലീസ് ആവർത്തിക്കുന്നത്. വീടുകളിലും ഹോട്ടലുകളിലുമെല്ലാം അരിച്ചുപിറക്കി. വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. സംസ്ഥാനത്തിന്റെ പുറത്തുൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിക്കെതിരെ സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിനെ പൂട്ടാനുള്ള ശ്രമം ഒരു വഴിക്ക് നടക്കുമ്പോൾ ഇതെല്ലാം ആത്മാർത്ഥതയോടെ തന്നെയാണോ എന്നാണ് പ്രധാന ചോദ്യം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി അടുത്ത തിങ്കളാഴ്ചയെങ്കിലും പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. അതിൽ അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ്. അതുവരെ ഒളിവിൽ തുടരാനാണ് തീരുമാനം. താരസംഘടനയായ അമ്മയുടെയും WCCയുടെയും തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് പ്രതി ജാമ്യ ഹർജിയിൽ പറയുന്നത്. സുപ്രീം കോടതി കേസ് പരിഗണിക്കും വരെ പോലീസ് കാത്തിരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനി, നടൻ ദിലീപ് അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി. 1-ാം ഘട്ട വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിചാരണ മാത്രമാണ് പൂർത്തിയായത്. പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരമാണ് ഇനി നടക്കേണ്ടത്. 2 മാസത്തിനുള്ളിൽ തന്നെ കേസിൽ അന്തിമ വിധി വരാനും സാധ്യതയുണ്ട്. കേസിലെ 2-ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ച ദിവസം 1-ാം പ്രതി പൾസർ സുനി, 8-ാം പ്രതി ദിലീപ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. പ്രതികളെ കോടതി നേരിട്ട് വിസ്തരിക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ. പ്രതികളുടെ വിസ്താരം പൂർത്തിയായാൽ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കലിലേക്കും തുടർന്ന് വിധിയിലേക്കും പോകും. 2 മാസത്തിനുള്ളിൽ തന്നെ കേസിൽ അന്തിമ വിധി വരാനും സാധ്യതയുണ്ട്. 1-ാം ഘട്ട വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിചാരണ മാത്രമാണ് പൂർത്തിയായത്. പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരമാണ് ഇനി നടക്കേണ്ടത്. ഇതുകൂടി കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്തിമ വാദം കേൾക്കാൻ ഇരിക്കെയാണ് പൾസർ സുനി ജയിൽ മോചിതനായത്. 2017 നടന്ന കേസിൽ 7.5 വർഷത്തിനു ശേഷം ഈ മാസം 20-നാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയത്. നേരത്തെ കേസിന്റെ വിചാരണ നടപടികൾ നടന്ന സമയങ്ങളിൽ പോലീസ് അകമ്പടിയോടെയാണ് പൾസർ സുനി കോടതിയിൽ എത്തിയിരുന്നതെങ്കിൽ 2-ാം ഘട്ട വിചാരണയിൽ സ്വതന്ത്രനായി എത്തി എന്നതാണ് വ്യത്യാസം. നേരത്തെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത് ദിലീപും പൾസർ സുനിയും ഒന്നിച്ച് കോടതി മുറിയിൽ എത്തിയിരുന്നു.
അതിനിടെ തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ ദിലീപിന്റെ താൽപ്പര്യമെന്ത് എന്ന് ചോദിച്ച് ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിനില്ലാത്ത എതിർപ്പ് 8ാം പ്രതിക്ക് എന്തിനാണെന്നും കോടതി ആരാഞ്ഞു. അതിജീവിതയുടെ ഹർജിയിൽ 8ാം പ്രതിയായ ദിലീപിനെ എതിർകക്ഷിയായല്ല കക്ഷി ചേർത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന കേസിലെ വിചാരണയും മെമ്മറി കാർഡിലെ അന്വേഷണവും സമാന്തരമായി മുന്നോട്ടു പോകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അതിജീവിതയുടെ ഹർജിയിൽ വാദം പൂർത്തിയാക്കി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പഠിച്ചു വലുതായി കഴിയുമ്പോൾ ഒരു പോലീസുകാരിയാകണമെന്ന് ആഗ്രഹിച്ചതാണ് തൃശ്ശൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനി. കാക്കി വേഷത്തോട് അവൾക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് പോലീസുകാരെ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഭയമാണ്. കാരണം 2 വർഷം മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും അവൾക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നു. തൃശ്ശൂർ ചാപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്ത് കാറിൽ വെച്ചാണ് ഗ്രേഡ് SI ചന്ദ്രശേഖരൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. +1 വിദ്യാർത്ഥിനി വിവരം വെളിപ്പെടുത്തിയത് കൗൺസിലിംഗിലാണ്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് SI ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് 50കാരനായ ഗ്രേഡ് SI ചന്ദ്രശേഖരനെ കസ്റ്റഡിയിലെടുത്തത്. 2 വർഷം മുമ്പ് ചാപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്ത് കാറിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് വിദ്യാർത്ഥിനി കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി. 2022 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി ഇപ്പോൾ +1 പഠിക്കുകയാണ്. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ തൃശൂർ റൂറൽ വനിതാ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ചന്ദ്രശേഖരനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു. പോക്സോ നിയമപ്രകാരമാണ് SIക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സൗഹൃദം നടിച്ചെത്തുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് പെൺകുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്. അതിലൊളിഞ്ഞിരിക്കുന്ന ചതി അപകടം നിറഞ്ഞതാണ്. പത്തനംതിട്ടയിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട മാനസിക വെല്ലുവിളി നേരിടുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് 9 പേരാണ്. കേസിൽ 6 പ്രതികളെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. 75% മാനസിക വെല്ലുവിളി നേരിടുന്ന 20കാരിക്കാണ് ദുരനുഭവം ഉണ്ടായത്. പിടിയിലാകാനുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജൂലൈ അവസാനം മുതലാണ് പെൺകുട്ടിയെ പ്രതികൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. പ്രതികൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഒപ്പം പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോണുകളിലേക്ക് യുവാക്കളുടെ സന്ദേശം എത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ചെറുകോൽ നെല്ലിക്കുന്നിൽ വീട്ടിൽ പ്രശാന്ത്, എഴുമറ്റൂർ കൊച്ചുപ്ലാവുങ്കൽ വീട്ടിൽ ലിബിൻ, തിരുവല്ല ഐക്കാട് കാഞ്ഞിരങ്കാലയിൽ വീട്ടിൽ മുഹമ്മദ് യാസീൻ, എഴുമറ്റൂർ തോമ്പിൽ കഞ്ഞിത്തോട് വീട്ടിൽ BT ഹരികൃഷ്ണൻ, ചെങ്ങന്നൂർ പുത്തങ്കാവ് തെക്കേടത്ത് പീടിയപ്പറമ്പിൽ സിജു മാത്യു, തിരുവല്ല സ്വദേശി സഹിൽ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരിൽ ഡ്രൈവർമാരും സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും ഇലക്ട്രീഷ്യൻ, റെസ്റ്റോറൻറ്റ് മേഖല ജീവനക്കാരുമുണ്ട്. കേസിലെ പ്രതികളായ പ്രവീൺ, സന്ദീപ്, അനുബന്ധമായുള്ള മറ്റൊരു കേസിലെ പ്രതി ആദി എന്നിവരാണ് ഇനി പിടിയിലാകാനുള്ളത്. പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ലഭ്യമാക്കിയ ശേഷം വിളിച്ച് പരിചയപ്പെടുകയും തുടർന്ന് പലതവണ പീഡിപ്പിക്കുമാണ് പ്രതികൾ ചെയ്തത്. കുട്ടിയുടെ സുഹൃത്തുക്കളായ മറ്റ് പെൺകുട്ടികളുടെ ഫോൺ നമ്പർ വാങ്ങി ഇവരുമായി യുവാക്കൾ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു. സംഭവം പറഞ്ഞ കോളേജ് അധികൃതരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിലാണ് പ്രതികളെല്ലാം വലയിലായത്. ന്യൂസ് 18 പത്തനംതിട്ട.
നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് പറഞ്ഞ് ആളിക്കത്തിയ PV അൻവർ പോലീസിനെതിരെ തുടങ്ങിയ ആരോപണത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും P ശശിയെയും വരെയും വെറുതെ വിട്ടില്ല. അതിൽ വീണ്ടും പോലീസിനെതിരെ സ്വർണം പൊട്ടിക്കൽ ആരോപണം. തെളിവായി സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങളുടെ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ. ADGP MR അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച അൻവർ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്നും ആഞ്ഞടിച്ചു. രാത്രി 2 മണിക്ക് പോലും പോലീസുകാർ വീടിനടുത്ത് വന്നെന്നും താൻ അറസ്റ്റ് ഭീഷണിയിലാണെന്നും അൻവർ പറയുന്നു. അതിനിടെ പൂരം കലക്കൽ വിഷയത്തിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി വീണ്ടും അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചു. ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്ന നിഷാദും കാളികാവ് സ്വദേശിയായ സമദും തന്നോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് PV അൻവർ MLA പുറത്തുവിട്ടത്. നിഷാദ് 2023 മെയ്യിലാണ് ഖത്തറിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത്. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാർ പോലീസ് തടഞ്ഞു. പുളിക്കലിലെ സ്വകാര്യ സ്കാനിംഗ് സെന്ററിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ 3 ക്യാപ്സൂളുകൾ കണ്ടെത്തി. 300 ഗ്രാം സ്വർണം വീതമടങ്ങിയ 3 ക്യാപ്സൂളുകളാണ് താൻ കൊണ്ടുവന്നതെന്നും നിഷാദ് അൻവറിനോട് വെളിപ്പെടുത്തി. കേസ് മഞ്ചേരി കോടതിയിലെത്തിയപ്പോൾ 526 ഗ്രാം സ്വർണം മാത്രമേ നോട്ടീസിൽ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. ബാക്കി 374 ഗ്രാം സ്വർണത്തിന് എന്തുപറ്റിയെന്നറിയില്ലെന്നും നിഷാദ് പറയുന്നു. മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയത് മലപ്പുറം കാളികാവ് സ്വദേശി സമദാണ്. 2023 ഒക്ടോബറിൽ നാട്ടിലെത്തിയ സമദ് വിമാനത്താവളത്തിൽ നിന്ന് വരും വഴി മഞ്ചേരിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ക്യാപ്സൂൾ രൂപത്തിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം ഹോട്ടലിലെ ശുചിമുറിയിൽ കയറി പുറത്തെടുക്കുകയും ഒരു ബാഗിലാക്കി പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിനിടയിൽ പാസ്പോർട്ടും ഫോണും പോലീസ് വാങ്ങിവെച്ചു. 300 ഗ്രാം വീതമുള്ള 3 ക്യാപ്സൂളുകളാണ് ഒളിപ്പിച്ച് കടത്തിയത്. പിടിച്ചെടുത്ത സാധനങ്ങൾ തിരികെ ലഭിക്കാൻ മഞ്ചേരി കോടതിയിൽ പിഴത്തുകയായ 10,000 രൂപ അടച്ചെങ്കിലും നോട്ടീസിൽ സ്വർണത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. പോലീസിന്റെ കള്ളക്കളി അപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നും സമദ് MLAയോട് വ്യക്തമാക്കുന്നു. പോലീസിന്റെ കള്ളക്കളി പൊളിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് ഇരുവരുടെയും കുടുംബാംഗങ്ങളടക്കം സാക്ഷികളായിരുന്നുവെന്നും വീഡിയോ പുറത്തുവിട്ട് PV അൻവർ വാദിച്ചു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ആഞ്ഞടിച്ച PV അൻവർ ADGP MR അജിത് കുമാർ എഴുതിക്കൊടുത്തതാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതെന്നും കുറ്റപ്പെടുത്തി. തന്നെ പാതിരാത്രിയിലും പോലീസ് പിന്തുടർന്നു. പുലർച്ചെ 2 മണിക്ക് വീടിനടുത്ത് പോലീസ് എത്തി. ഏതു സമയവും തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും അൻവർ പറഞ്ഞു. ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. എൻ്റെ പിന്നാലെ പോലീസ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടു. ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ 2 പേര് അവിടെ നിൽക്കുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ 2 പോലീസുകാരാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ, കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോൺ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും. മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്. അതും പാതിരാത്രിക്കാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണമല്ലോ. അൻവർ ആരോപണങ്ങൾ ആവർത്തിച്ചിട്ടും ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. അതേസമയം തൃശൂർ പൂരം കലക്കൽ വിഷയത്തിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി വീണ്ടും അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചു. DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. ADGPക്കെതിരെയും അന്വേഷണം ഉണ്ടാവും. ന്യൂസ് 18 മലപ്പുറം, തിരുവനന്തപുരം. സ്വർണവും പണവുമായി യാത്ര ചെയ്യുന്ന വ്യാപാരികളുടെ ശ്രദ്ധയ്ക്ക് തൃശൂർ കുതിരാൻ ദേശീയപാതയിൽ പട്ടാപ്പകൽ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നൊരു സംഭവമുണ്ടായി. കോയമ്പത്തൂരിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളാണ് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കവർന്നത്. സ്വർണ്ണ വ്യാപാരി സഞ്ചരിച്ച വാഹനവും അക്രമി സംഘം തട്ടിയെടുത്തിരുന്നു. ഈ വാഹനം പിന്നീട് പൂച്ചട്ടിക്കടുത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.
രാവിലെ 11:15 തൃശൂർ കുതിരാൻ പാതയിൽ സിനിമാ സ്റ്റൈലിലായിരുന്നു സ്വർണ്ണ കവർച്ച. കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് കാറിൽ സ്വർണ്ണാഭരണവുമായി എത്തിയ അരുൺ സണ്ണി എന്ന സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്ത് റോജി തോമസിനെയുമാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. 3 വാഹനങ്ങളിലെത്തിയ 10 അംഗ അക്രമി സംഘം കാർ തടഞ്ഞു നിർത്തി ഇരുവരെയും ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മറ്റു വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് ഇന്നോവയും മറ്റൊരു വാഹനവുമാണ് അരുൺ സണ്ണിയുടെ കാറിനെ പിന്തുടർന്നത്. അരുണിന്റെ കാറിന് മുന്നിൽ ഒരു ഇന്നോവ കാർ വട്ടം നിർത്തി. രണ്ടാമത്തെ ഇന്നോവ മറ്റൊരു വശത്തിട്ട് ബ്ലോക്ക് ചെയ്തു. മൂന്നാമത്തെ വാഹനം കാറിന്റെ പിന്നിലും നിർത്തി. വാഹനങ്ങളിൽ നിന്ന് ചാടിയിറങ്ങിയവർ കാറിലേക്ക് ഇരച്ചു കയറി അരുണിനെയും റോജിയെയും കത്തിയും ചുറ്റികയും കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് മറ്റു വാഹനങ്ങളിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റിയത്. വാഹനങ്ങൾ ഹൈവേ വിട്ട് മറ്റു വഴികളിലേക്ക് കയറുന്നതിനിടെ ഇരുവരെയും മർദ്ദിച്ച് സ്വർണം എവിടെയെന്ന് ചോദിച്ചറിഞ്ഞു. സ്വർണം കിട്ടിയതിന് പിന്നാലെ റോജിയെ പുത്തൂരിലിറക്കി. അരുണിനെ പാലിയേക്കര ടോളിന് സമീപവും ഇറക്കി വിട്ടു. അരുൺ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം അക്രമികൾക്കായി തെരച്ചിൽ ആരംഭിച്ചത്. അക്രമികൾ മുഖം മൂടി ധരിച്ചവരായിരുന്നുവെന്ന് അരുൺ മൊഴി നൽകിയിട്ടുണ്ട്. അരുണിന്റെ കാർ പൂച്ചട്ടിക്കടുത്ത് ആളൊഴിഞ്ഞ പറമ്പിലാണ് കണ്ടെത്തിയത്. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഒല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 തൃശൂർ. കഴിഞ്ഞ ദിവസം കർണാടകയെ നടുക്കിയ സംഭവമായിരുന്നു ബംഗളൂരുവിൽ യുവതിയെ കൊലപ്പെടുത്തി 59 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസ്. തനിച്ച് താമസിച്ചിരുന്ന മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പ്രതിക്ക് പിന്നാലെയായിരുന്നു. അതിനിടെ പ്രതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശി മുക്തി രഞ്ജൻ റോയിയാണ് ഒഡീഷയിലെ ഗ്രാമത്തിലെ പ്രാന്തപ്രദേശത്ത് തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന്, വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് പ്രേരിപ്പിച്ചതെന്നും പ്രതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഞാൻ അത് ചെയ്തു എന്നാണ് പ്രതിയായ മുക്തിരഞ്ജൻ റോയ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നത്. മഹാലക്ഷ്മി തന്നെ ആക്രമിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. അതിനാലാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം പല കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയെന്നും കുറിപ്പിലുണ്ട്. ഇത് പ്രതി തന്നെ എഴുതിയതാണോ എന്ന് സ്ഥിരീകരിക്കാനായി പോലീസ് കയ്യക്ഷര പരിശോധന നടത്തും. കൊല്ലപ്പെട്ട മഹാലക്ഷ്മിയും മുക്തിരഞ്ജൻ റോയിയും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. കൃത്യം നടന്നതെന്ന് കരുതുന്ന സെപ്റ്റംബർ 2-ന് മുക്തിരഞ്ജൻ യുവതിയുടെ അപ്പാർട്ട്മെന്റിലെത്തി. തുടർന്ന് വിവാഹത്തിനായി ഇയാൾ നിർബന്ധിച്ചതോടെ ഇരുവരും തമ്മിൽ വഴക്കായി. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മഹാലക്ഷ്മിയും മുക്തിരഞ്ജൻ റോയിയും ബംഗളൂരുവിലെ വ്യാപാര സ്ഥാപനത്തിൽ സഹപ്രവർത്തകരായിരുന്നു. കൊലയ്ക്ക് ശേഷം പ്രതി ഒഡീഷയിലേക്ക് കടന്നു. പ്രതിയെ തിരിച്ചറിഞ്ഞ് പോലീസ് തെരച്ചിൽ നടത്തി വരുന്നതിനിടയിലാണ് ഒഡീഷയിലെ വീടിന് സമീപം മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. പ്രതി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും ബാഗും സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ബാഗിലെ നോട്ട്ബുക്കിലാണ് ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നത്. ഭർത്താവുമായി പിരിഞ്ഞ് കഴിഞ്ഞ 9 മാസമായി മഹാലക്ഷ്മി ഒറ്റയ്ക്കായിരുന്നു താമസം. സെപ്റ്റംബർ 21-നാണ് അപ്പാർട്ട്മെന്റിൽ മഹാലക്ഷ്മിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വെട്ടിനുറുക്കി 59 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. അപ്പാർട്ട്മെന്റിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ മഹാലക്ഷ്മിയുടെ അമ്മയെയും സഹോദരിയെയും കെട്ടിട ഉടമ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് 18 ബംഗളൂരു. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ തല്ലിക്കൊന്ന സംഭവത്തിൽ 9 പ്രതികളും വലയിലായതായി പോലീസ്. മുഖ്യപ്രതികളായ കണ്ണൂർ സംഘത്തിലെ സാദിഖ് ഉൾപ്പെടെ 4 പേരും പിടിയിലായവരിലുണ്ട്. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് സാദിഖിന്റെ പക്കൽ നിന്ന് പലപ്പോഴായി 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതിന്റെ പ്രതികാരമായിരുന്നു അരുണിന്റെ കൊലപാതകം. അരുൺ എന്ന ചാൾസ് ബെഞ്ചമിൻ കൊല്ലപ്പെട്ട് 48 മണിക്കൂർ പിന്നിടും മുൻപ് പ്രതികളെ മുഴുവൻ പിടികൂടിയത് പോലീസിന്റെ അന്വേഷണ മികവാണ്.
തൃശൂർ കയ്പമംഗലത്തെ കൊലപാതകത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായ ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂരിലെ ഐസ്ക്രീം വ്യാപാരിയായ സാദിഖിൽ നിന്ന് 50 ലക്ഷം രൂപ പലപ്പോഴായി അരുൺ വാങ്ങി. കോയമ്പത്തൂരിൽ വെച്ചുള്ള പരിചയത്തിന്റെ പുറത്തായിരുന്നു ഇടപാട്. അരുണും സുഹൃത്തുമായ ശശാങ്കനും ചേർന്നായിരുന്നു പണം തട്ടിയത്. അരുണും ശശാങ്കനുമായി തെറ്റിയ മറ്റൊരാൾ തട്ടിപ്പ് വിവരം സാദിഖിനെ അറിയിച്ചു. അവിശ്വസനീയമായ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്നും കബളിപ്പിക്കപ്പെട്ടു എന്നും മനസ്സിലായതോടെ തട്ടിപ്പിനിരയായ സാദിഖ് കൊട്ടേഷൻ നൽകി. കയ്പമംഗലത്തുള്ള തക്കടു എന്ന് വിളിപ്പേരുള്ള ഗുണ്ടയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത്. അങ്ങനെ അരുണിനെ വിളിച്ചുവരുത്തി തല്ലിക്കൊല്ലുകയായിരുന്നു. മരണമുറപ്പായതോടെ ആംബുലൻസിൽ കയറ്റി അയച്ച് പ്രതികൾ മുങ്ങി. പന്ത്രണ്ട് പ്രതികളിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 9 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിനിടെ കൊല്ലപ്പെട്ട അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ 50-ലേറെ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തലക്കേറ്റ പരിക്കാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന. ന്യൂസ് 18 തൃശൂർ. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഉള്ളുനീറുന്ന വേദനയോടെ മകനെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും. എറണാകുളം പള്ളുരുത്തി സ്വദേശിയായ CA വിദ്യാർത്ഥി ആദം ജോ ആന്റണിയെ കാണാതായത് ജൂലൈ 28-നാണ്. ആദത്തെ കണ്ടെത്താൻ പോലീസ് പലയിടത്തും തിരച്ചിൽ നടത്തി. പക്ഷേ ഫലമൊന്നുമില്ല. ഒടുവിൽ ആദം ജോയുടെ തിരോധാനം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് 5-അംഗ സംഘത്തെ നിയോഗിച്ചത്. ജൂലൈ 28-ന് പള്ളുരുത്തിയിലെ വീട്ടിൽ നിന്നും പുലർച്ചെ 3 മണിക്ക് സൈക്ലിംഗിനായി പോയതാണ് 20-കാരനായ ആദം ജോ ആന്റണി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമീപമാണ് ആദമിനെ അവസാനമായി കണ്ടതും. കൊച്ചിയിലും മറ്റ് ജില്ലകളിലുമായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വിപുലമായ അന്വേഷണത്തിനായി 5-അംഗ സംഘത്തെ നിയോഗിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ നിർദ്ദേശം നൽകിയത്. മട്ടാഞ്ചേരി SP PB കിരൺ, പള്ളുരുത്തി ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക. കൊച്ചിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആദത്തിന്റെ സൈക്കിളും ഇനിയും കണ്ടെത്താനായിട്ടില്ല. കുടുംബമായോ സുഹൃത്തുക്കളുമായോ ഇയാൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായത്. പിന്നെ ആദം എവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് മാതാപിതാക്കളും പോലീസും. ന്യൂസ് 18 കൊച്ചി. വലിയ വെല്ലുവിളിയും അപകടവും നിറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മുടെ ആശുപത്രികളിൽ ഡോക്ടർമാർ ജോലി ചെയ്യുന്നത്. ഏത് സമയവും ആക്രമകാരികളാകുന്ന രോഗികൾ. മലപ്പുറം പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തിവീശിയ യുവാവ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അമിതശേഷിയുള്ള മയക്കുഗുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിലെത്തിയത്. എഴുതി നൽകാത്തതിനെ തുടർന്നായിരുന്നു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തൽ. പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് യുവാവ് ഡോക്ടർക്ക് നേരെ ഭീഷണി മുഴക്കിയത്. അമിതശേഷിയുള്ള ലഹരി ഗുളിക ആവശ്യപ്പെട്ട് യുവാവ് ആശുപത്രിയിലെത്തുകയായിരുന്നു. എന്നാൽ ഡോക്ടർ മരുന്നെഴുതി നൽകിയില്ല. ഇതോടെ മടങ്ങിപ്പോയ യുവാവ് പിന്നാലെ വീണ്ടുമെത്തി ഡോക്ടറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മരുന്നെഴുതിച്ചു. സംഭവത്തിൽ ഡോക്ടർ പോലീസിൽ പരാതി നൽകി. ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത്. ആശുപത്രിയിൽ നിന്ന് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പ്രതിയെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. പകൽ കറങ്ങി നടന്ന് ബുള്ളറ്റുകൾ കണ്ടുവയ്ക്കും, രാത്രി മോഷണം. കാസർഗോഡ് സ്വദേശിയായ അബ്ദുൽ നസീറിന്റെ പണിയാണിത്. കാസർഗോഡ് കടന്ന് ആലുവയിൽ മോഷ്ടിക്കാനെത്തിയപ്പോൾ പ്രതി പോലീസിന്റെ വലയിലായി.
കഴിഞ്ഞ 19-ന് പുലർച്ചെ ആലുവ സ്വദേശി ജിനോയുടെ ബുള്ളറ്റ് മോഷണം പോയ കേസിലാണ് നസീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോലി ചെയ്യുന്ന ഇയാൾ രാത്രിയിൽ കുടുംബവുമായി കറങ്ങി നടന്നാണ് മോഷണം നടത്തുന്നത്. സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 2 വീലറുകൾ വാടകയ്ക്കെടുത്ത് മറിച്ചു വിൽക്കുന്നതും ഇയാളുടെ രീതിയാണ്. ഇതുപോലെ ബിരുദന്മാരുള്ള നാട്ടിൽ വാഹനങ്ങൾ പൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അപരിചിതർക്ക് വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാതിരിക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.